ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൊതിയൂറും നല്ല നാടൻ ചക്കപ്പുഴുക്കാണ്. അപ്പോൾ നാടൻ സ്റ്റൈലിൽ ചൂടായിട്ടുള്ള ഒരു ചക്കപ്പുഴുക്ക് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയായിരുന്നു. ചക്ക സീസൺ വന്നാൽ നമ്മുടെ നാട്ടില് ഓരോ വീട്ടിലും കാണും എന്നും ഒരു ചക്ക വിഭവം അല്ലെ. ചൂടായി ഒരു നാടൻ അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ വലിച്ചോ അടിപൊളി. അപ്പൊ കൊണ്ടുപോകാനായിട്ട് 1-2 ചക്ക ഇങ്ങനെ പറിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ തൊലിയെല്ലാം കളഞ്ഞിട്ട് എന്താ പറയാ ചക്കച്ചൊളയും ഞാൻ കാണിച്ചു തരാം. ചക്കച്ചൊളയും കുരുവും ഇതാ ഇങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ പിന്നെ വേഗം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാലോ. കണ്ടില്ലേ, ഇതേപോലെ ആക്കിയിട്ട് പിറ്റേന്ന് തന്നെ എടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ വന്ന ഉടനെ ഫ്രിഡ്ജിലോട്ടേക്ക് അങ്ങ് കയറ്റുക. എന്നാലും 2 ദിവസത്തിനുള്ളിൽ ചെയ്യണം, കുക്ക് ചെയ്യണം. അപ്പം ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് പിന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ വേഗം ചുള തനിയെ കുരു തനിയൊക്കെ ആക്കിയെടുക്കാമല്ലോ. അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ഇങ്ങനെ ഓരോ ചുളയായിട്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയാണ് ഞാൻ ചക്കയായിട്ട് എടുത്തില്ല. എനിക്ക് ഈ ചക്ക ഇരിഞ്ഞ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ചുള പോലെ ഇങ്ങനെ എടുത്തിട്ട് വന്നതാണേ. ഇതാ ഇതേപോലെ ചെയ്യുക. പിന്നെ കുരുവൊക്കെ വേഗം അധികം മൂത്തിട്ടൊന്നുമില്ല. കുരുവൊന്നും അതിന്റെ തൊലിയൊക്കെ വേഗം കളയാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ആക്കുകയാണ്. ഇതേപോലെ കുരു തനിയെ ആക്കി പിന്നെ ചുള തനിയായിട്ടും കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ പിന്നെ എളുപ്പത്തിലാവുമല്ലോ. ഇതേപോലെ ആക്കിയത് പുഴുക്കുണ്ടാക്കാൻ ഇതുപോലെ അരിഞ്ഞാൽ മതി. പിന്നെ ഓരോരുത്തരുടെ നാട്ടിലും ഓരോ സ്റ്റൈലിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ സ്റ്റൈല് ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെയാണ്. അപ്പോൾ വൻപയർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൻപയറിൽ വേവിക്കാം ആദ്യം. അതിനായിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ വേവിക്കുന്നുണ്ട്. ഒരുപാട് വൻപയറിന്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ചക്ക വേവിക്കാം. അതിനായിട്ട് ആദ്യം കുരു ഞാനിട്ടു. കുരു അടിയിലിട്ടിട്ട് മേലെ ചുള ഇങ്ങനെ ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പൊ കുരു കുറച്ച് വേവുള്ളതല്ലേ. അപ്പോൾ ചുള പെട്ടെന്ന് വേവുന്നതാണല്ലോ. അതുകൊണ്ട് മേൽഭാഗം ചുള ഇട്ട് കൊടുക്കുക. കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിൽ വേവിക്കുമ്പോൾ നല്ല എന്താ പറയാ കുറച്ച് നല്ല ഉടഞ്ഞ് കിട്ടുമല്ലോ. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വൻപയർ വേവിച്ചതില്ലേ, അതും ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഓൾറെഡി ഉപ്പിട്ടതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് ഇനി ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. അതിന്റെ വെള്ളത്തിൽ ചക്ക വേവുമ്പോൾ ഒരു ടേസ്റ്റ് ആണ്, വൻപയർ വെന്ത വെള്ളത്തിൽ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. കുരുമുളകിന്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ആണ് പുഴുക്കിന്. ഞങ്ങളുടെ കണ്ണൂർ സ്റ്റൈലൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അടച്ചു വെച്ചിട്ട് 2 വിസിൽ വന്നാൽ മതിയാകും. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങയുടെ കൂടെ ജീരകം, ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് എന്താ പറയുക ഒന്ന് ചതക്കുന്ന പോലെ അരച്ചെടുത്താൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനത് ഒരു ചട്ടിയിലോട്ടേക്ക് മാറ്റി. നാടൻ സ്റ്റൈലിലെ റെസിപ്പി ആകുമ്പോൾ ചട്ടിയല്ലേ നല്ലത്. ചട്ടിയിലാക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് അങ്ങനെ മീൻകറി, ചക്ക, കപ്പ ഒക്കെ ഉണ്ടാക്കുന്നത് ചട്ടിയിലാക്കാനാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചട്ടിയിലോട്ടേക്ക് മാറ്റി. അപ്പൊ നല്ല ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. തേങ്ങയും ഉള്ളിയും ജീരകവും ഞാൻ ചതച്ചിട്ട് ഇതിൽ ചേർത്തുണ്ടായിരുന്നു. അത് സ്കിപ്പായി പോയി, സോറി. പിന്നെ എന്താണ് പറയുക, ജാറൊക്കെ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലിക്വിഡായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആയി പോവുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്യുക. നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യുക. ഇതുപോലെ ലിക്വിഡായിട്ട് കഴിക്കുമ്പോഴായിരിക്കും ടേസ്റ്റ്. പുഴുക്ക് എന്ന് പറയുന്നത് അതാണല്ലോ, കഞ്ഞിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ളതല്ലേ. ഉപ്പ് കുറവായതുകൊണ്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി ഇനി നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ എല്ലാത്തിലും മിക്സ് ആയിട്ട് നല്ല ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല മണം ചക്കയുടെ. ചക്കപ്പുഴുക്ക്, ചക്ക വൻപയർ ഇട്ടിട്ടുള്ള പുഴുക്കാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് കരിവേപ്പില ഇടാം. കരിവേപ്പില ഇങ്ങനെ ഈർന്നിട്ട്
അങ്ങനെ കരിവേപ്പിലൊക്കെ കുറച്ച് ഈർന്ന് എടുക്കുന്നുണ്ട്. നല്ല തളിര് ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ അത് അങ്ങ് ചക്കയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലേവറാണേ. അപ്പോൾ എല്ലാം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് വറുത്തെടുക്കുന്ന പരിപാടിയുണ്ട്. പിന്നെ കരിവേപ്പില ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് വീണ്ടും ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണയിലോട്ടേക്ക് കടുക്, പിന്നെ ചെറിയ ഉള്ളി, കരിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും ടേസ്റ്റ്. നമ്മുടെ മലയാളീസിന് പിന്നെ എല്ലാവർക്കും വെളിച്ചെണ്ണയാണല്ലോ പ്രധാനം. വെളിച്ചെണ്ണേന്റെ ടേസ്റ്റ് അല്ലേ നല്ലത്. അപ്പൊ അതിലോട്ടേക്ക് ഇച്ചിരി കൂടെ കുരുമുളക്, ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാട്ടോ. എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. വെളിച്ചെണ്ണയിൽ പൊരിഞ്ഞിട്ട് അങ്ങ് വറുത്തിടുവാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് ആണ്. ഈ കുരുമുളക് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്തിടുമ്പോൾ നല്ല മണം കൂടിയാണ്. അങ്ങനെ വറുത്തിട്ടു ഗൈസ്. ഇനി എല്ലാം നല്ല പോലെ മിക്സ് ചെയ്യാം. ശരിക്കും പറഞ്ഞാല് നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ഉണ്ടാക്കുന്നൊക്കെ ആയിരിക്കും, പക്ഷെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള നല്ല നാടൻ ചക്കപ്പുഴുക്ക് കഞ്ഞീന്റെ കൂടെയും ചോറിന്റെ കൂടെയും എല്ലാം കൂടിയും കഴിക്കാമല്ലോ. നമ്മൾക്ക് വെറുതെയും കഴിക്കാം. ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കുന്നവരൊക്കെ ഉണ്ടല്ലേ. അപ്പൊ കുറച്ച് ഇപ്പൊ സീസണും കൂടിയാണല്ലോ, അപ്പൊ ചക്കയൊക്കെ ഇരുന്ന് കഴിക്കൂ. ഇതിനു മുന്നേ ഞാൻ വേറെ ഒരു ചക്കയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഒന്ന് ലോങ് വീഡിയോസ് കണ്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പൊ എൻ്റെ ഈ പുഴുക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടി ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. അപ്പൊ പിന്നെ ഇതിന്റെ മീൻകറി, മോരുകറീന്റെ കൂടെയൊക്കെ കഴിക്കാം. ചോറിന്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, വൈകുന്നേരം ചായക്ക് അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു നാടൻ റെസിപ്പിയാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം. ഇനി നമുക്ക് ഊണ് കഴിച്ചാലോ. അപ്പൊ ഞാൻ ഊണിന് ചക്കപ്പുഴുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ മോരുകറി കൂടിയാണ് കഴിക്കുന്നത്. ചക്ക എത്ര തിന്നാലും മതിയാവില്ല. ഇന്ന് ചക്ക ഉണ്ടാക്കിയാലും നാളെ വീണ്ടും വേറെ ചക്കത്തോരൻ എന്തെങ്കിലും ഉണ്ടാക്കിയാലും വീണ്ടും ഞാൻ കഴിക്കും. അങ്ങനെ ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ഇനി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇതൊക്കെ നടട്ടെ. നെക്സ്റ്റ് നല്ല നാടൻ റെസിപ്പിയുമായി കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.